വെൽക്കം ടു ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ. ലോകമെമ്പാടുമുള്ള ഫ്ലവേഴ്സ് ടിവിയുടെ പ്രേക്ഷകർക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വന്തം ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോയിൽ time to welcome the smart stars of the day. On! Welcome. Thank you. അപ്പൊ നമ്മുടെ സ്മാർട്ട് സ്റ്റാർസ് വെൽക്കം. Thank you. ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. ടീമിലെ ആദ്യത്തെ ആൾ മിഥുൻ. എന്റെ പേര് അത് തന്നെ. മിഥുൻ എവിടെ നാട്ടില്? തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയാണ് എന്റെ സ്ഥലം. അയ്യോ, തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയാണ് എന്റെ സ്ഥലം. ഒരു സ്ഥലം. എന്താ ചെയ്യണേ? ഞാന് ലിറ്ററേച്ചർ ആയിരുന്നു, BA ഇംഗ്ലീഷ്. അയ്യോ, BA ലിറ്ററേച്ചർ ആയിരുന്നു ഞാൻ. പണ്ട് ഉത്സവത്തിന് കളഞ്ഞു പോയതാ പിന്നെ. അറിയില്ല. നീണ്ട ഇടവേളയ്ക്ക് ശേഷം കണ്ടു. സത്യം പറഞ്ഞു, ഇതേ പേരിലൊക്കെ ഇവാനിസിലാണോ പഠിച്ചത്? അല്ലല്ല, എന്തോ ക്രൈസ്തവർ കോളേജിലാണ് പഠിച്ചത്. ക്രൈസ്തവർ കോളേജിലാണ്. അതെ, ചോദിക്കട്ടെ, അപ്പൊ എന്ത് ചെയ്യുന്നു? ഞാന് ലിറ്ററേച്ചർ കഴിഞ്ഞായിരുന്നു. കഴിഞ്ഞിട്ട് ഞാൻ PSC SSC എക്സാംസ് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ കറന്റ് ഞാൻ ഇവിടെ എറണാകുളത്ത് ഒരു ഹോട്ടലിൽ FOE ആയിട്ട് ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ജോയിൻ ചെയ്തിട്ടുണ്ട്. PSC SSC പ്രിപ്പയർ ചെയ്തിട്ടൊന്നും കിട്ടിയില്ലേ? ഞാൻ ഒരുപാട് എക്സാം ക്ലിയർ ചെയ്തായിരുന്നു, ഫിസിക്കൽ വരെ പാസ്സായിരുന്നു. ബട്ട് എന്തോ ജോലിയിലേക്ക് എനിക്ക് അതെ പോലീസിന് വേണ്ടിയിട്ട് ക്ലിയർ ചെയ്ത് 2 തവണ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് എന്തോ എനിക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ട് ആവണം ലിസ്റ്റ് വന്നിട്ട് വിളിച്ചിട്ടില്ലായിരുന്നു. വെൽക്കം മിഥുൻ, വെൽക്കം. കൂടെ നിൽക്കുന്ന ഹാരി. ഞാൻ അഡ്വക്കേറ്റ് ആണ്, അഡ്വക്കേറ്റ് ഹാരി നിയാസ്. അഡ്വക്കേറ്റ് ആണ്, അത് ശരി. എവിടെ പ്രാക്ടീസ് ചെയ്യുന്നു? തിരുവനന്തപുരം ട്രിവാൻഡ്രം ബാർ അസോസിയേഷൻ വഞ്ചൂരാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഒറ്റയ്ക്കാണോ, ഇൻഡിപെൻഡന്റ് ആണോ? അല്ല, സീനിയർ ഉണ്ട്, ഇർഷാദ് സാറാണ്. സാറും മാമും ഉണ്ട്, അനു ഇർഷാദ്. ഇവർ രണ്ടുപേരുമാണ് സീനിയേഴ്സ്. അപ്പൊ ആക്ച്വലി സാറൊക്കെ ഭയങ്കര സപ്പോർട്ട് ആയതുകൊണ്ടാണ് ഞാൻ ഈ വേദിയിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. സാറിന് വളരെയധികം ഒരു നന്ദിയും ഒരു താങ്ക്സ് കേട്ടോ, ഇദ്ദേഹത്തെ പറഞ്ഞുവിട്ടേ. പക്ഷെ ഞാൻ ഹാരിയെ ഇവിടെ വന്നോടം പരിചയപ്പെട്ടത് ഹാരിയല്ല, ഹാരിയുടെ കൂടെയുള്ള ഹാരിയുടെ അമ്മയാണ്. പക്ഷെ ഹാരി അമ്മ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല ഹാരിയുടെ അമ്മയാണെന്ന്, സഹോദരിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ആ അമ്മയൊന്ന് കാണിക്കാം. അമ്മ എവിടെയാ? ഈ 15 വയസ്സുള്ള കുട്ടിയാണോ താങ്കൾ അമ്മ എന്ന് വിളിച്ച് കളിയാക്കുന്നത്? അപ്പോ ഞാൻ നേരെ ടീം എയിൽ നിന്നും ടീം ബിയിലെ സ്മാർട്ട് സ്റ്റാർസിനെ വെൽക്കം ചെയ്യട്ടെ. വെരി ഫെമിലിയർ ഫേസ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും അഡോണി എന്ന് പറയുന്ന താരത്തെ നേരത്തെ അറിയാം. എന്തിന്, നമ്മുടെ ഫ്ലവേഴ്സ് ടിവിയിൽ തന്നെ ജസ്റ്റ് മിനിറ്റിൽ വന്ന് കസറിയിട്ട് പോയിട്ടുണ്ട്. ആൻഡ് യു ഹാവ് എ ഡോക്ടറേറ്റ് അല്ലേ? ഡോക്ടർ അല്ലേ? അതെന്താണെന്ന് പറയാം. മഹാരാജാസ് കോളേജ് ആദ്യമായിട്ട് കണ്ട ഒരാൾക്ക് കൊടുത്ത സംഭവം പറയാം. മഹാരാജാസ് കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ അവാർഡ് ചെയ്യപ്പെടുന്ന ആദ്യത്തെ PhD ആണ് എന്റെ. അപ്പോ അത് പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റും പിന്നെ എന്റെ റിസർച്ച് ഗൈഡ് ആയിരുന്ന ഡോക്ടർ ജോബി വർഗീസ്, ജോബി സാറും ഫാമിലിയും. അപ്പൊ അവരിത് കാണുന്നുണ്ട്. അപ്പൊ ഇപ്പോ ഒരു പോലീസുകാരൻ അഡ്വക്കേറ്റിനാണ് ഇറക്കിയേക്കുന്നത്. ഞാൻ കൊണ്ടുവന്നത് എന്റെ അനിയനെ തന്നെയാണ്. നമ്മുടെ അനിയനാണ് കൂടെ ഉള്ളത്. സംഭവം മനസ്സിലായി. എന്റെ പേര് അനന്റ് ടി ജോൺ. അഡോണിയുടെ അനന്റിന്റെ അച്ഛനും അമ്മയും ഇവിടെ ഉണ്ടോ? പപ്പായും അമ്മയുണ്ട്. പപ്പായാണ് ഈ 2 പേരിട്ടെ. സ്വാഗതം. എന്നാൽ ഈ 2 പേരുകളുടെയും കാര്യം ഒന്ന് ചോദിച്ചേ മതിയാവുള്ളൂ. നമ്മൾ ഈ അഡോണിയുടെ പേര് ഇപ്പൊ നമുക്ക് കേട്ട് ഫെമിലിയർ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഏതോ ഗ്രീക്ക് ദേവന്റെ പേരാണോ നമ്മൾ വിചാരിച്ചത്? ഇതെങ്ങനെയാ? 2 പേർക്കും പുതിയ പേര് വേണമെന്ന് നിർബന്ധമായിട്ടായിട്ട് അങ്ങനെ പേരിട്ടതാണ്. മിഥുന്റെ വന്നിട്ടുണ്ട്, അപ്പച്ചി വന്നിട്ടുണ്ട്, അമ്മ വന്നിട്ടുണ്ട്, എന്റെ അച്ഛമ്മ വന്നിട്ടുണ്ട്. ഞാൻ പരിചയപ്പെട്ടു. തുടങ്ങല്ലേ? Get ready for round 1, rapid shopping round. ഓടു വാരു നേടു.
ഓരോ ഉത്തരത്തിനും കിട്ടുന്നത് 500 പോയിന്റ്. ഈ 500 പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 രൂപയാണ്. ഈ 500 രൂപയ്ക്കുള്ള സാധനം നിലവറയ്ക്കുള്ളിലെ ഗ്രോസറി സെക്ഷനിൽ നിന്നും 30 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് നിലവറയിൽ പോയി എടുക്കാവുന്നതാണ്. റെഡി ഫോർ ക്വസ്റ്റ്യൻ 1? ലെറ്റ്സ് ഗോ ഫോർ ക്വസ്റ്റ്യൻ 1. തണുപ്പാണ് എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന നിറമേതാണ്? പ്രസായി മിഥുനെ, ഉത്തരം പറഞ്ഞിട്ടാണോ പ്രസ് ചെയ്തേ? ഉത്തരം ഇപ്പൊ അവനറിയാം. അവനറിയാം. ഹരി അറിയാം, അവനറിയാം. ടിക് ടിക് 1 ഉണ്ടോ? ടിക് ടെൻഷൻ ടിക് ടിക് 1. ഓക്കെ, ഞാൻ ആദ്യമേ പറഞ്ഞു വെറുതെ കൈവച്ചു. ബി അതെന്താ? ബി എന്ന് പറഞ്ഞ നിറമുണ്ട്, അവരുടെ നെയ്യാറ്റിങ്കര മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നമ്മുടെ എവിടെങ്ങളും ഇല്ല. നേരത്തെ പറ്റി പറയരുത്, എനിക്ക് ബി എന്ന് പറഞ്ഞ നീ മറ്റേ AC ചോദ്യം പോയി കഴിഞ്ഞേ. ഞാൻ ചാൻസ് അവർക്ക് കൊടുക്കാണ്. അടോണി പറ. ഈ ഉത്തരം പറയാൻ നമ്മുടെ അനിയനെ ക്ഷണിക്കുന്നു. അനന്ത് മഞ്ഞയാണോ? മഞ്ഞ എന്ന് പറയും. മഞ്ഞ കറക്റ്റ് അല്ലേ? ഇവിടെ മഞ്ഞ പറയില്ലേ? കറക്റ്റ് അല്ലേ? ആണ് ഉത്തരം. അപ്പോ ടീം ബി, അനന്തിനെ അല്ലേ നമ്മൾ അങ്ങോട്ട് വിടാൻ പോകുന്നേ? അനന്തെ ഓർക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. അതായത് ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തൊട്ട് ടൈമർ തുടങ്ങും. ഓടൂ, വാരൂ, നേടൂ. Go. Yes, Anand, come. 30 seconds ആണുള്ളത്. വേഗം പോയിക്കോ. ബൂസ്റ്റ് എടുക്കടാ. മിഥുൻ ചേട്ടാ, ചോക്ലേറ്റ് നിറഞ്ഞ സാധനങ്ങളൊക്കെ എടുക്ക്. 15 seconds are there. ഒരുപാട് സമയമുണ്ടായിരുന്നു. നമുക്ക് അടുത്ത റൗണ്ടിലും കേറാമല്ലോ, കുഴപ്പമില്ല. ഇനി 500-നകത്ത് നിർത്തിയോ ഇല്ലേ എന്നല്ലേ നോക്കണ്ടേ? നോട്ടെ. റെഡി? 380യുടെ ബ്രൂ കോഫി ഒരൊറ്റ പ്രോഡക്റ്റിൽ 380 രൂപ ചെലവാക്കിയിട്ടുണ്ട്. പിന്നെയും 15 സെക്കൻഡ് ബാക്കി നിർത്തിയിട്ട് ഇറങ്ങി വന്ന ആൾ. പാലിൽ കണക്കി കുടിക്കുന്ന സാധനം 299 രൂപ. ഡിസ്കൗണ്ട് കഴിഞ്ഞ് 100 രൂപ. ബാക്കി ഞാൻ നോക്കാം. നോക്കണ്ട, തേഞ്ഞു. സാധനങ്ങൾക്കൊക്കെ എന്നാ വില? ആ സാധനത്തിന്റെ വിലയും കൂടി നോക്കി കഴിയുമ്പോ ഒരു തീരുമാനം എടുത്തങ്ങ് പോവാം. എന്തായാലും അതെ, 144 കൂടി വന്നു. 380, 299, 144 കഴിഞ്ഞിട്ടില്ല. ഇനിയുണ്ട്. അവിടെ ഒരു എണ്ണയും കൂടി, അല്ല ഡിഷ് വാഷ് ലിക്വിഡും കൂടി എടുത്തിട്ടുണ്ട്. ഈ കുടുംബത്തിന്റെ ചെലവുകളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ? അതിന്റെ വില കണ്ട അവര് തന്നെ നിർത്തിയത് സാധനം. അടിച്ചോ, ഇനി വരില്ല. ഈ രണ്ട് സാധനങ്ങൾ മാത്രമായിരുന്നെങ്കിൽ കൃത്യം 500, 380, 120. ആ ബാക്കി രണ്ട് സാധനങ്ങളുണ്ടല്ലോ, ഇനി തിരിച്ചു വെക്കാൻ പറ്റുമോ? ആ തിരിച്ചുകൊണ്ട് വച്ചേ പറ്റുള്ളൂ, കാരണം കൊണ്ടുപോകാൻ പറ്റില്ല. ഇതൊന്നും തിരിച്ചെടുക്കാൻ പറ്റൂല. കൊണ്ടുപോകാൻ പറ്റില്ലല്ലേ? അപ്പൊ ഇതെങ്കിലും തന്നേക്ക്. തരാവോ? കിട്ടിയില്ല, പോട്ടെ. അടുത്ത അവിടെ ബാ. റെഡി ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 2. ആരുടെ, അതായത് ഹിന്ദു മിത്തോളജി പ്രകാരം ആരുടെ ആയുധമാണ് സുദർശന ചക്രം? ഐ സോ Adonis slide go on first. അപ്പോ നിങ്ങളും അത് കഴിഞ്ഞ ഉടനെയാണ് പ്രസ് ചെയ്തത്. പക്ഷെ എനിക്ക് തോന്നുന്നത് അഡോണിയുടെ തന്നെയായിരുന്നു ഫസ്റ്റ് വന്നത്. ആൻസർ ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണന്റെ ആയുധമായിട്ടാണ് സുദർശന ചക്രം പറയുന്നത് അല്ലെ? സുദർശന ചക്രം എന്ന് പറയുന്നത് ആരുടെ ആയുധമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിന്ദു മിത്തോളജി പ്രകാരം നമ്മൾ പറയുന്ന ഉത്തരം അതായിരിക്കില്ല. ഞാൻ ഇവർക്കൊരു ചാൻസ് കൊടുത്തിട്ട് വരാം. ഇഫ് ദേ ഹാവ് എ ബെറ്റർ ആൻസർ നമുക്ക് നോക്കാം. മഹാവിഷ്ണു. ശരിയായ ഉത്തരം. മഹാവിഷ്ണുവിന്റെ അവതാരമാണ് ശ്രീകൃഷ്ണൻ. ശരിക്കും മഹാവിഷ്ണുവിന്റെ കയ്യിലാണ് സുദർശന ചക്രം ഉള്ളതെന്നുള്ളതാണ്. ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ രണ്ടുപേരിൽ ആരാണ് നമ്മുടെ നിലവറയിലേക്ക് പോകുന്നത്? ഞാൻ പോവാം. ഹാരിയാണ് പോകുന്നത്. ഓക്കെല്ലേ? സെറ്റാക്കൂലേ? സെറ്റാക്കും. ഓടൂ, വാരൂ, നേടൂ. Go. Come on. You have 30 seconds. വേഗം. കഴിഞ്ഞ തവണ എടുത്തതുപോലെ മാറിപ്പോയി കുറെ സാധനങ്ങൾ എടുത്ത് 500 രൂപയുടെ മുകളിലാക്കരുത്. മിഥുൻ ചേട്ടാ എന്തെങ്കിലും മാറി എടുക്കുന്നുണ്ട്. സമയമുണ്ട്. ഷോപ്പിങ്ങിന് പോകാറുണ്ടോ എന്നുള്ളത് താങ്കളോട് ചോദിക്കുന്നില്ല, അമ്മയോട് ചോദിക്കട്ടെ.
പോകാറുണ്ട്. വീട്ടിലെ സാധനങ്ങളെല്ലാം കറക്റ്റായിട്ട് വാങ്ങിച്ചോണ്ട് വരാറുണ്ടോ? കൃത്യമായിട്ട് മേടിക്കും. ഡേറ്റും വിലയെല്ലാം കൃത്യമായിട്ട് നോക്കി കൊടുക്കുന്ന പൈസക്കകത്ത് നിർത്തിക്കൊണ്ടാണ് മാക്സിമം മേടിച്ചോണ്ട് വരുന്നത്. ഇപ്പൊ ഇനിയിപ്പോ കറക്റ്റായിട്ട് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അത് നോക്കണം. വീട്ടിൽ കൊണ്ട് നൂഡിൽസ് ഉണ്ടാക്കിക്കാനുള്ള പരിപാടിയാ. നോക്കട്ടെ, സാധനങ്ങൾ നോക്കട്ടെ. ആദ്യം നൂഡിൽസ് 90 രൂപ. 90 രൂപയുടെ നൂഡിൽസ്. ഇതുകൊണ്ട് നമ്മൾ ഒരാഴ്ച കൊണ്ട്. ഇത് നമ്മുടെ മിൽക്ക് മെയ്ഡാ, നെസ്ലെ മിൽക്ക് മെയ്ഡ്, നമ്മുടെ സ്പെഷ്യൽ പാർട്ണറാ. 144 രൂപ. 144ഉം 90ഉം 234 അല്ലേ? കിട്ടും തോന്നുന്നു അല്ലേ? ബ്രൂ ഇല്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. 900 രൂപയുടെ ബ്രൂ ഇല്ലല്ലോ എന്നും പറഞ്ഞ തലയിൽ അടിച്ചല്ലോ പുള്ളിയുടെ. ഇത് അഗൈൻ നമ്മുടെ കോ പാർട്ണർ ആണ്, നമ്മുടെ ഗോൾഡ് വിന്നർ. പോയിന്റ് അടിക്കാനുള്ള പരിപാടി. 90, 144, 170. അതായത് 234, 404. 404. ടീം എ, കൺഗ്രാറ്റുലേഷൻ. ആ സാധനങ്ങളെല്ലാം നിങ്ങൾക്ക്. അടിപൊളി. റൗണ്ട് 2 ഡ്യുവൽ ട്രയൽ. 2-1 അറിയാം. ഡ്യുവൽ ട്രയൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ ചോദ്യങ്ങളാണ്. 45 സെക്കൻഡാണ് നിങ്ങൾക്ക് നിലവറയിൽ കിട്ടുന്നത്. നിങ്ങൾ ആൻസർ ചെയ്തില്ലെങ്കിൽ ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ആരാണോ ഉത്തരം പറയുന്നത് അവർക്കായിരിക്കും ആ 45 സെക്കൻഡ് സമയം. The first question. Video please. സഹജീവി സ്നേഹത്തെക്കുറിച്ച് തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിനൊരു ചെറിയ കാരണമുണ്ട്. വളർത്തുമൃഗങ്ങളുടെ വലിയ സ്നേഹവും താല്പര്യവുമായിരുന്നു ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാൻ രത്തൻ ടാറ്റയ്ക്ക്. ഒരിക്കൽ തൻ്റെ പ്രിയപ്പെട്ട വളർത്തുനായ്ക്ക് സന്ധിമാറ്റ ശസ്ത്രക്രിയ ആവശ്യമായി വന്നപ്പോൾ മികച്ച ചികിത്സ ലഭ്യമാക്കാൻ ശതകോടീശ്വരനായ രത്തൻ ടാറ്റയ്ക്ക് കഴിയാതെ പോയി. വലിയ സങ്കടമായി. ഈ സംഭവം രത്തൻ ടാറ്റയെ വല്ലാതെ വിഷമിപ്പിച്ചു. വളർത്തുമൃഗങ്ങളുടെ ചികിത്സയ്ക്കായി മികച്ച നിലവാരമുള്ള ആശുപത്രികൾ ഇന്ത്യയിൽ ഇല്ല എന്നത് അദ്ദേഹത്തെ വല്ലാതെ ഖിന്നനാക്കി. പക്ഷേ പരിഹാരം ഉണ്ടാക്കി ഉടൻ രത്തൻ ടാറ്റ. അദ്ദേഹം അങ്ങനെയാണ്. ഇപ്പോഴത്തെ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ മൃഗാശുപത്രി രത്തൻ ടാറ്റ മുംബൈയിൽ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. 165 കോടി രൂപ ചെലവിലാണ് എല്ലാ സൗകര്യങ്ങളുമുള്ള ആശുപത്രി അദ്ദേഹം സ്ഥാപിച്ചിരിക്കുന്നത്. എല്ലാം ശ്രദ്ധിച്ച് കണ്ടായിരുന്നോ? കണ്ടു. ആദ്യത്തെ ചോദ്യം നിങ്ങളിലേക്കാണ്. രത്തൻ ടാറ്റ വിഷമിച്ചിരുന്നത് തന്റെ വളർത്തുനായയുടെ ഏത് ശസ്ത്രക്രിയക്ക് സൗകര്യമില്ലാതിരുന്നതിനാണ്. അഡോണി ആൻഡ് അനന്ത്, ടൈം ഈസ് റണ്ണിംഗ് ഔട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയോ? ഓൾറെഡി കൈകൾ അവിടെ നിന്ന് പൊങ്ങി കഴിഞ്ഞു. I will have to skip the question. I'll have to skip it to the audience. I'm going to start a countdown. 5, 4, 3, 2. Last chance to answer. Are you? I have to skip. Done. I'm sorry. Okay? Audience, ആർക്കൊക്കെ ഉത്തരം അറിയാം? ചേച്ചി പ്ലീസ്. എന്താ ചേച്ചിയുടെ പേര്? എന്റെ പേര് സലോമി ചാക്കോ. ചേച്ചി എവിടെന്നാ വരുന്നേ? ഞാൻ നെടുങ്ങാട്ടത്തുനിന്ന്, കട്ടപ്പന, ഇടുക്കി. ഓ, കട്ടപ്പന ഇടുക്കി എന്നാണ്. അവിടെ എന്താ ചെയ്യുന്നേ? ഞാനൊരു ടൈലറാ. ആ PhD കാരന് പറയാൻ പറ്റാത്ത ഉത്തരം അങ്ങോട്ട് പറഞ്ഞേ. സന്ധിമാറ്റ ശസ്ത്രക്രിയ. കേട്ടോ? സന്ധിമാറ്റ ശസ്ത്രക്രിയ. ശ്രദ്ധിച്ചിരുന്ന് കേട്ടതുകൊണ്ട് മനസ്സിലായി അല്ലേ? ഇവർക്ക് വിധിച്ചിരുന്ന ആ സമയം ചേച്ചിക്കാണ് നിലവറയിൽ കളിക്കാൻ കിട്ടുക. ചേച്ചി അപ്പൊ വെയിറ്റ് ചെയ്തോ. ഞാന് ഈ ഒരു ക്വസ്റ്റ്യനും കൂടി കഴിഞ്ഞ് ചേച്ചിയിലോട്ട് വരാം. ഹാരി ആൻഡ് മിഥുൻ, ready for your question? Ready. So get ready for question number 2. നേരത്തെ ആ ക്ലിപ്പ് ഫുൾ ആയിട്ട് കണ്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചിരിപ്പുണ്ട്, എല്ലാം ഉണ്ട് അല്ലേ? അപ്പോ ക്വസ്റ്റ്യൻ ഇതാണ്: എത്ര കോടി രൂപ ചെലവിലാണ് ടാറ്റ മുംബൈയിൽ മൃഗാശുപത്രി സ്ഥാപിച്ചത്? 165 കോടി, 165 crores. ഒരു ചിന്തിക്കാൻ പോലും നിന്നില്ല. അത് എൻഡ് ചെയ്ത വീഡിയോ എൻഡ് ചെയ്തത് അത് വെച്ചിട്ടാണ്. Correct. 165 crores is the right answer. സലോമി ചാക്കോ ഒരു പ്രൊഫഷണൽ ടൈലറാണ്, സ്വന്തമായി സ്ഥാപനം നടത്തുന്ന ആളാണ്. അവരുമായി മത്സരിക്കുന്നത് ഹാരിയാണോ മിഥുനാണോ? മിഥുൻ മത്സരിക്കും. അങ്ങോട്ട് നോക്കിട്ട് മിഥുനാണോ? മനസ്സിലാവുന്നില്ല നിങ്ങളെ. ഓ അതെ, ചെറിയ കോർഡിനേഷൻ മിസ്റ്റേക്ക്. അകത്താ കോർഡിനേഷൻ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പ്രശ്നമാവും. ഓക്കെ, ഞാനപ്പോ മിഥുനോടൊപ്പം മത്സരിക്കാനുള്ള സലോമി ചാക്കോയെ ഒന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ.
കാണുമ്പോ അറിയാം ടെൻഷൻ ഇല്ല. മോങ്ങണ്ട അറിയാം ടെൻഷൻ ഇല്ല. ടെൻഷനൊന്നുമില്ല. ഇല്ല 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 ഇല്ല. ഈ കൂടെ വരാൻ പോകുന്ന മത്സരിക്കാൻ പോകുന്ന ഈ മിഥുനെ കണ്ടിട്ട് എന്തെങ്കിലും ടെൻഷൻ തോന്നുന്നുണ്ടോ? ചിരിക്കല്ലേ, മോശം. അത് അങ്ങനെ ചേച്ചി ഒരു ഇല്ല ഇല്ല ചിരിക്കുന്നുണ്ടല്ലോ അവര് ടെൻഷൻ ഉണ്ടെങ്കിലും ചിരിക്കുന്നുണ്ട്. ഞാൻ നേരെ എന്താണ് നിലവറയ്ക്കകത്ത് നടക്കാൻ പോകുന്നതെന്ന് അറിയാനായിട്ട് നമുക്കൊന്ന് മീനാക്ഷി എടുത്ത് ചോദിക്കണ്ടേ? മീനാക്ഷി, വാക്കിലൂടെ നേടൂ എന്നതാണ് ടാസ്കിന്റെ പേര്. അപ്പം എന്റെ പുറകിലായിട്ട് 2 ടേബിൾസ് സെറ്റ് ചെയ്യുന്നതായിരിക്കും. അതിനകത്ത് കുറേ അക്ഷരങ്ങളും ഉണ്ടാകും, മലയാളം അക്ഷരങ്ങൾ. അപ്പം നമ്മുടെ കണ്ടസ്റ്റൻസ് ചെയ്യേണ്ടത് ഇത്ര മാത്രം: സ്ട്രോ ഉപയോഗിച്ച് കൈ കൊണ്ട് തൊടാതെ ഇങ്ങനെ സക്ക് ചെയ്ത് അക്ഷരങ്ങൾ കൊണ്ട് ഒരു വാക്ക് സൃഷ്ടിക്കുക പുറകിൽ കാണുന്ന ബോർഡിൽ. ഓക്കെ, അതിനുശേഷം ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഇവിടെ ചുമന്ന റിബൺ വെച്ച് കെട്ടിയിട്ടുള്ള കുറേ അധികം ഗിഫ്റ്റ് ഉണ്ട്. ഏറ്റവും വലിയ ഹൈലൈറ്റ് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ, എത്ര ഗിഫ്റ്റ് വേണേലും എടുക്കാം. ആൻഡ് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കണ്ടസ്റ്റൻസിന് കിട്ടുന്നത് 45 സെക്കൻഡ് മാത്രമാണ്. അപ്പോ ഓടൂ, വാരൂ, നേടൂ, ഗോ. യെസ്, സലോമ ചേച്ചി, മിഥുൻ, വെൽക്കം. പെട്ടെന്ന് ഗെയിമിലേക്ക് പോയിക്കോളൂ. കൈ ഉപയോഗിക്കാൻ പാടില്ല. കൈ 2 പേരും പുറകിൽ കെട്ടുക. Yes, you can do it, guys, you can do it. ചേച്ചി ആദ്യത്തെ വാക്ക് ഒട്ടിച്ചിരിക്കുകയാണ്. മിഥുൻ, try once more. Up. എടുക്ക്. Yes, you can do it. 15 സെക്കൻഡ് കഴിഞ്ഞിരിക്കുകയാണ്. 6, 5, 4, ചേച്ചി 3 seconds, guys, 3 seconds. നിലവറ അടഞ്ഞു. ഇനി എനിക്ക് നിങ്ങളെ പുറത്തേക്ക് വിടണമെങ്കിൽ മിഥുൻ ചേട്ടൻ പറയണം. ജയിക്കാതെ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഡിസപ്പോയിന്റ്. അത് അവര് ജയിക്കാത്തപ്പോ നമുക്കും വിഷമമാണ്. പൊരുതി തോറ്റാലങ്ങ് പൊട്ടെന്ന് വെക്കും. ആണ് ഇത് പൊരുതി തോറ്റതാണോ എന്നാണ് സംശയം. നമ്മുടെ റൗണ്ട് 2-ലെ ഫസ്റ്റ് ക്വസ്റ്റ്യനില് 2 പേരുടെയും ചാൻസ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഓഫ് ഡുവൽ ട്രയൽ. ഇറ്റ്സ് എ പിക്ചർ. ആ പിക്ചർ ഒന്ന് ശ്രദ്ധിച്ചു കാണാം. ഓഡിയൻസ് നിങ്ങൾക്കും ശ്രദ്ധിച്ചു കാണാം. ഓക്കെ, കണ്ടു കഴിഞ്ഞല്ലോ. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിലാണ് ഈ പ്രശസ്തനായ വ്യക്തി ജനിച്ചത്? തമിഴ്നാട്, രാമേശ്വരം. തമിഴ്നാട് സ്റ്റേറ്റും പറഞ്ഞ് സ്ഥലവും പറയുകയാണ് അല്ലേ? പൊയ്ക്കറും അങ്ങനെ ഒരു സ്ഥലമാണ്. റൈറ്റ് ആൻസർ. അപ്പോ അടുത്തൊരു ചോദ്യം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് വരാം. ഗെറ്റ് റെഡി ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 2. ഫോട്ടോയിൽ കണ്ട പ്രശസ്തനായ ആ വ്യക്തിയുടെ അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി, ആത്മകഥയുടെ പേരെന്താണ്? അഗ്നിച്ചിറകുകൾ. അതായത് വിങ്സ് ഓഫ് ഫയർ. Absolutely right. I'm sorry audience, നിങ്ങൾക്ക് ഒരു അവസരം തരാൻ പറ്റിയില്ല. 2 പേരും കറക്റ്റ് ഉത്തരം പറഞ്ഞു. അതെനിക്ക് തോന്നുന്നു ശ്രീ APJ അബ്ദുൽ കലാമിനെ കുറിച്ച് ആവുമ്പോൾ ഏതൊരു ഇന്ത്യക്കാരനും ഏതൊരു ഭാരതീയനും ഒരേപോലെ അദ്ദേഹത്തെ കുറിച്ച് എല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ എന്ത് ചോദ്യം ചോദിച്ചാലും ഉത്തരം ഉണ്ടാവും. ഇപ്പൊ ഇവര് പറഞ്ഞ ഉത്തരങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലും ഉണ്ടായിരുന്നു എന്നുള്ള അറിയാം. ഹാരി, ഇനിയും ഇതിനെ വിടുന്നോ? പോയി ജയിച്ചു വാ മിഥുനെ, അല്ലേ? അതാണ് സ്പിരിറ്റ്. ഇനിയും ടീം ഏന്ന് പോകുന്നത് മിഥുൻ തന്നെ. അഡോണി, അനന്ത് ചേട്ടനാണ് പോണേ. ചേട്ടനാ പോന്നെ. എനിക്കിനി വയ്യ. ചേട്ടൻ പോകട്ടെ, അന്നേരം നമുക്ക് ഇനിയും പിടിക്കാം. അതെ. അപ്പോ അറിയാലോ, 45 seconds ഓഫ് ടൈം. ഗെയിം അതിന്റെ കൂടെ തന്നെ സാധനം എടുത്ത് പുറത്തിറങ്ങുകയും വേണം. മീനാക്ഷി, ഈ റൗണ്ടിന്റെ പേര് പെൻസിൽ റൗണ്ട്. എന്റെ പുറകിലായി 2 ഗ്ലാസ് ബോട്ടിൽസ് കാണാലോ. ഈ ഗ്ലാസ് ബോട്ടിലേക്ക് 2 പെൻസിൽ ഇട്ടാൽ മതി. കൈ കൊണ്ട് ഈ പെൻസിൽ ഗ്ലാസ് ബോട്ടിലേക്ക് ഇടാൻ പാടില്ല. നിങ്ങൾ നിങ്ങളുടെ ചുണ്ടിന്റെ മൂക്കിന്റെ ഈ ഒരു ഭാഗം കൊണ്ട് ബാലൻസ് ചെയ്തെടുത്തിട്ട് വേണം പെൻസിൽ ഗ്ലാസ് ബോട്ടിലേക്ക് ഇടാനായിട്ട്. അപ്പോ ഓടൂ, വാരൂ, നേടൂ, ഗോ. Yes, Adoni and Mithun, come. 2 പെൻസിൽ ഇട്ടാൽ മതി. Yes. Mithun on the door. Adoni, come on. You can do it. Yes. ഒന്നുകൂടെ try. Wow. Mithun complete ചെയ്തു. Mithun ഇനി എടുത്തോ.
ഹലോ മതി മതി പോര് മതി പോര് കളയാതെ പോ കളയാതെ പോ 6, 5, കളയരുത് 3, 2. ഞാൻ കടന്നു എന്റെ കൈ കെട്ട് എന്റെ 90% വെളിയില. ഓഡിയൻസ് എന്ത് പറയണു 90% ഓഡിയൻസ് എന്ത് പറയണു കൊടുക്കണോ വേണ്ടേ ശരി 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 അനങ്ങരുത് അനങ്ങരുത് കൊടുക്കണമെന്ന് പറയുന്ന ആൾക്കാർ മാത്രം കൈപൊക്കിയേ അച്ഛ ഒഴിച്ച് ബാക്കി എല്ലാരും കൈപൊക്കി വാ എഴുന്നേറ്റ് വാ ജീവൻ പണയം വെച്ചുള്ള അഡോണിയുടെ പെർഫോമൻസിന് ലാസ്റ്റ് സെക്കൻഡില് ഏഴഞ്ഞിറങ്ങി. അതാണ് ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുള്ള ഒരേ ഒരാളുള്ളൂ. അയാളുടെ പേര് ഇന്ത്യാന ജോൺസ്. നമ്മള് മിലിറ്ററി ട്രെയിനിങ്ങിലോട്ടാണ് ആണല്ലേ? ഇനി വന്ന സമയം തൊട്ട് ഈ മിക്സിയുടെ കാര്യം പറയുന്നുണ്ടല്ലോ, അത് എടുക്കാൻ തീരുമാനമായിരുന്നു. വീട്ടിലെ മിക്സി 25 വർഷം ഇനി മാറിയില്ലേ തല്ലിക്കൊല്ല. ഇത് ആർക്കുമായിട്ട് കുത്തി പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു. അമ്മ എപ്പോഴും പറയും ഒരു മിക്സി വാങ്ങിച്ചാളോ ഒരു മിക്സി വാങ്ങിച്ചത്. അവിടെ ഞാൻ പറയട്ടെ, എല്ലാരും ഇത് ചോദിച്ചു ആർക്ക് കൊടുക്കണോ വേണ്ടെന്ന് വെച്ചപ്പോ ഒരാൾ മാത്രം പതുക്കെ കൈമുക്കി, എല്ലാരും പൊക്കി കണ്ടപ്പോ കൈമുക്കി. അപ്പൻ അതെന്നാന്നറിയോ, ഈ മിക്സിയുമായിട്ട് എന്തിനാ മേടിച്ചത്? മിക്സി വേണം കടന്ന് മേടിച്ചത്, ബാക്കി സാധനങ്ങൾ അവിടെ ഇരിക്കുന്നത്. അതാണ് പ്രശ്നം, അതാണ് പ്രശ്നം. അപ്പൻ അതിന്റെ ഒരു വിഷമമുണ്ട്. ഉണ്ട്. രണ്ട് ടീമും റൗണ്ട് 2-ല് പൊളിച്ചടുക്കി. അയ്യോ, ഞാൻ അഡോണിയുടെ ടാലന്റ് ഞാൻ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. കാണാത്ത ആൾക്കാർക്ക് വേണ്ടി ഒരു തവണ അഡോണി ഒരു നമ്മുടെ മറ്റേ ജസ്റ്റ്മെന്റ് ചെയ്യുന്നത് പോലെ ഈ നിർത്താതെ വാക്കുകൾ ഇങ്ങനെ അനർക്കളും നിർക്കളും പ്രവഹിക്കുന്നത് കണ്ടും കേട്ടും എന്ന് പറയില്ലേ, അതേപോലെ ഒരു സാധനം ചെയ്യാൻ പറ്റുമോ? ചേട്ടൻ എന്തെങ്കിലും ഒരു വിഷയം പൊന്നു പോലത്തെ അമ്മുമ്മ. ഓർമ്മയുടെ അകത്തളങ്ങളിൽ ഹൃദയത്തിന്റെ അകമേ ചേർന്ന് നിൽക്കുന്ന ഒരു പദമുണ്ട്, പൊന്നുപോലെ ഒരു അമ്മൂമ്മ. ഓർമ്മയുടെ ഹൃദയഭാരം മുഴുവൻ ഒരായുസിന്റെ ഉള്ളിൽ അനുഭവിക്കുന്ന എല്ലാ സങ്കടങ്ങളും എല്ലാ കഷ്ടപ്പാടുകളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് പൊന്നുമക്കളെ ഒരു പ്രാവ് തന്റെ കുഞ്ഞിനെ ചേർത്ത് വെച്ച് ചിറകോടടിച്ച് ചേർത്ത് വെക്കുന്നത് പോലെ ഹൃദയത്തിന്റെ എല്ലാ സ്നേഹങ്ങളും ഒരു ഇലയനക്കം പോലെ, ഒരു നേർത്ത മഴ പോലെ, ഒരു പേമാരി പോലെ എല്ലാ കടലിരമ്പങ്ങളും ഏത് കൊടുങ്കാറ്റടിച്ചാലും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു പൊന്നു പോലത്തെ ഒരുപാട് തവണ പറഞ്ഞു. കളിച്ചു നോക്കിയതാ. പക്ഷെ അത് കലക്കരല്ല ഇങ്ങനെ വരണത് ഭയങ്കര സംഭവമാണ് കേട്ടോ. ഒരു സെക്കൻഡില് പോലും ആലോചിക്കാതെ അത് ആ വിഷയം നമ്മൾ ഭയങ്കരമായിട്ട് റിലേറ്റഡ് ആണ്. കണ്ണീരൊന്നും വരാ, ചുമ്മാ തുടക്കണം അഭിനയം കാണിച്ചത്. ഒരു കണ്ണീര് പോലും വന്നില്ല. ഇല്ല കലക്കരായി കേട്ടാ, വേറെ ആർക്കും പറയണ്ട കേട്ടാ. ഓക്കെ. എന്റെ വല്യമ്മച്ചി മരിച്ചു പോയിട്ട് ഇപ്പോ 2018 മരിക്കുന്നത്. അപ്പോ ഞങ്ങൾ 2018 ഓഗസ്റ്റ് 17 രാത്രിയിൽ ഞങ്ങളുടെ അമ്മച്ചി ICUവിൽ കിടക്കുമ്പോൾ നേഴ്സ് വിളിക്കുന്നു. അപ്പൊ ഞങ്ങൾ 4 പേരും ചെന്ന് ഞങ്ങൾ എല്ലാവരെയും മാറി മാറി നോക്കി സന്തോഷത്തോടെയാണ് കണ്ണടച്ചു പോകുന്നത്. അപ്പൊ അത് അതിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് കൂടിയാണ് ഈ വേദിയിൽ നിൽക്കുന്നത്. കാരണം അത് ആ അനുഗ്രഹത്തിന്റെ ബാക്കിയാണ്. ഫ്ലവേഴ്സിന്റെ വേദിയിലാണ് ആദ്യം ഒരു നിമിഷം അവതരിപ്പിക്കാനുള്ള അവസരം തന്നത്. അപ്പൊ നമ്മളോട് ഒരുപാട് ചേർന്ന് നിൽക്കുന്ന ഒരു റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണ്. എല്ലാവർക്കും അമ്മമ്മ എന്ന് പറയുന്നത് വേറൊരു സംഭവമാണല്ലോ. ഈ എനിക്കറിയില്ല, എല്ലാവർക്കും ഇപ്പൊ ആ ഒരു അനുഭവം കിട്ടാറില്ല എന്നുള്ളത് തന്നെ വലിയൊരു സംഭവമാണ്. കാരണം ഇപ്പൊ ഈ ന്യൂക്ലിയർ ഫാമിലീസിൽ പലപ്പോഴും വെക്കേഷനിൽ കാണുന്ന ആൾക്കാരായി മാറിയിട്ടുണ്ട് അമ്മൂമ്മമാര്. പക്ഷെ കൂടെ ജീവിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം. അതൊരു അച്ഛൻ്റെ അമ്മയാണോ അമ്മയുടെ അമ്മയാണോ? പപ്പയുടെ കരയുന്നത് കൂടുതലും അമ്മയാണെന്നുള്ളത് കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം അവര് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു പപ്പയ്ക്കായിരിക്കും പറയാൻ പറ്റുക. കാരണം അമ്മച്ചി മരിക്കുന്ന ആ ദിവസം വരെ ഒരു നാള് പോലും ഞാൻ എൻ്റെ പപ്പായ അമ്മ അവരെ പിരിഞ്ഞ് കണ്ടിട്ടില്ല. എന്നാ ഞാൻ അങ്ങനെ കണ്ടാണ് വളർന്നത്, ഞങ്ങൾ രണ്ടുപേരും. അപ്പൊ ഞാൻ എന്താണ് കുടുംബം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ജനിച്ചു കഴിഞ്ഞ് നാളിതുവരെയും ഞങ്ങളുടെ കുടുംബത്തിൽ അമ്മച്ചി പിരിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. അതാണ് നമുക്ക് വലിയൊരു സന്തോഷം. പലപ്പോഴും മാറി ഫ്ലാറ്റുകളിലും ഒക്കെ നമ്മൾ താമസിക്കുന്ന ഒരു സാഹചര്യത്തിൽ പലപ്പോഴും അത് സാധിക്കാറില്ല. ആരുടെയും കുറ്റോ ഒന്നുമല്ല. നിങ്ങളുടെ സ്ഥലത്തിന്റെ പേരെന്താണ്? വണ്ടൻ പതാൽ. ഞങ്ങള് കോട്ടയം ജില്ലയുടെ ബോർഡർ ആണ്. നമ്മള് കോട്ടയം ജില്ലയിൽ മുണ്ടക്കയം എന്റെ വീട് ഇരിക്കുന്ന വണ്ടൻ പതാൽ എന്നുള്ള. വണ്ടൻ പതാൽ സ്ഥലത്തിന്റെ പേര്? വണ്ടൻ പതാൽ. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അച്ഛൻ വരെ പറഞ്ഞു കേട്ടിട്ടില്ല.
ഞാൻ മാത്രമല്ല നിൽക്കുന്ന, എന്റെ വിദ്യാർത്ഥികൾ മാത്രമല്ല, എന്റെ കുടുംബവും മാത്രമല്ല, നമ്മുടെ ഒപ്പം ഒരു നാടുണ്ട്. സത്യം. അത് ആ നാടിനെ പ്രതിനിധീകരിക്കാൻ പറ്റുന്ന ഒരു അതാണ് കണ്ടുകൊണ്ടിരിക്കുന്ന വണ്ടൻ പതാൽ നിവാസികൾക്ക് എല്ലാവർക്കും ചേർന്ന് നമ്മൾ ഈ എപ്പിസോഡ് ഡെഡിക്കേറ്റ് ചെയ്തു. Get ready for round 3. Round 3 ഡബിൾ ട്രബിൾ. ഈ കടമ്പയും കടന്നു. ഇതിനകത്ത് ചോദ്യം നിങ്ങൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും നേരെ നമുക്ക് അകത്ത് പോയി ടാസ്ക് നടത്താം. സമ്മാനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ബോക്സ് 50-50 ചാൻസ് ആണ്. 2 ബോക്സിൽ വിൽ ഹാവ് സംതിങ്. അത് നല്ല സമ്മാനമാവാം, നല്ലൊരു ഉഗ്ര സമ്മാനമാവാം, ചിലപ്പോ ഒരു ഗംഭീര സമ്മാനമാവാം. ബാക്കി 2 ബോക്സിൽ ചിലപ്പോ ഒന്നുമില്ലാതിരിക്കാം, ചിലപ്പോ ഈ കിട്ടിയ സമ്മാനം മുഴുവൻ പോകുന്നതാവാം, ചിലപ്പോ നിങ്ങളെ ഈ ഗെയിമിൽ നിന്ന് തന്നെ പുറത്താക്കുന്നതാവാം. എന്ത് വേണേലും ആ ബോക്സിലുണ്ടാവില്ല. നീ പോയി കളിക്കുന്ന ഗെയിം ഇത്രേ ഉള്ളൂ. ഓൾറെഡി അഡോണി സെറ്റ് ചെയ്ത് നീ പോയി കളിക്കുന്നു കഷ്ടപ്പെട്ടാണ് ഒരു മിക്സി എടുത്തോണ്ട്. അതെന്തായാലും ഞാൻ ആദ്യത്തെ തവണ കഴിച്ചോണ്ട്. ചോയ്സസ് ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 1. സാഹിത്യം, സ്പോർട്സ്, സിനിമ, ഇന്ത്യ ചരിത്രം, ലോക ചരിത്രം, പുരസ്കാരങ്ങൾ. ഹാരി ആൻഡ് മിഥുൻ, നിങ്ങളുടെ ചോയ്സ്. ഇന്ത്യ ചരിത്രം. ഇന്ത്യ ചരിത്രം മതി അല്ലെ? ഇന്ത്യൻ ഹിസ്റ്ററിയെ ബേസ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. മഹാത്മാഗാന്ധിയുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് സ്ഥാപിച്ച കോളേജ് വിദ്യാർത്ഥികളുടെ സന്നദ്ധ സേവക പദ്ധതി ഏതാണ്? NSS ആണെന്ന് തോന്നുന്നു, നാഷണൽ സർവീസ് സ്കീം. NSS ആണെന്ന് തോന്നുന്നു അല്ലെ? മാത്രമേ മനസ്സിലോട്ട് വരുന്നുള്ളൂ. മഹാത്മാഗാന്ധിയുടെ പേരിൽ തുടങ്ങിയ ഒന്നിന്റെ പേര് NSS എന്നാണ്. നാഷണൽ സർവീസ് സ്കീം. നാഷണൽ സർവീസ് സ്കീം അല്ല, മറ്റേ നായർ സർവീസ് സൊസൈറ്റി അല്ല എന്നുള്ള എടുത്തു പറയാനാണോ NSS? നാഷണൽ സർവീസ് സ്കീം. നാഷണൽ സർവീസ് സ്കീം മഹാത്മാഗാന്ധിയുടെ പേരിലാണ് തുടങ്ങിയെന്ന് ഒരു ഉറപ്പുണ്ടോ? മഹാത്മാഗാന്ധിയുടെ ശതാബ്ദിയോടനുബന്ധിച്ചാണ് തുടങ്ങിയെന്ന് ഉറപ്പുണ്ടോ? ആണെന്ന് എവിടെയോ ഇങ്ങനൊരു അറിവ്, മേ ബി തെറ്റായിരിക്കും. PSC പഠിച്ചപ്പോഴെങ്ങാനും ഈ ഒരു വിഷയം വന്നിട്ടുണ്ടായിരുന്നോ? പെട്ടെന്ന് ഈ ഉത്തരം മനസ്സിലേക്ക്. ഗാന്ധിജി ജനിച്ച വർഷം അറിയാമോ? 1869. അതൊക്കെ പഠിച്ചിട്ടുണ്ട്. 1969 NSS ഉണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്. നാഷണൽ സർവീസ് സ്കീം ഉണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്. അഡോണിക്ക് എന്ത് തോന്നുന്നു? ശരിയായിരിക്കും. അഡോണി PhD ഒക്കെ എടുത്ത ഒരാളെന്നുള്ള രീതിയിൽ താങ്കൾക്ക് എന്ത് തോന്നുന്നു? പൊളിറ്റിക്കൽ സയൻസിലാണ് താങ്കളുടെ PhD. ശരി ഉത്തരവാണെന്ന് തോന്നുന്നു. പക്ഷേ നാഷണൽ സർവീസ് സ്കീം എന്ന് പറയുന്നത് ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെടുത്തി ഗാന്ധിജിയുടെ ശതാബ്ദിയോടനുബന്ധിച്ചാണ് തുടങ്ങിയത് എന്ന് പറയുന്നത് വളരെ ശരിയായ ഒരു കാര്യമാണ്. ഡബിൾ ട്രബിളിന്റെ ടാസ്കും അതിന്റെ ഡീറ്റെയിൽസും പറയാനായിട്ട് എല്ലാം ഇവിടെ റെഡിയാണ്. സോ ഈ ഗെയിം റൗണ്ടിന്റെ പേരാണ് നട്ടെടുക്കൂ ഗിഫ്റ്റ് എടുക്കൂ. നട്ടെടുക്കൂ ഗിഫ്റ്റ് എടുക്കൂ. യെസ് യെസ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു സ്റ്റിക്ക് ഉണ്ടാകും. ആ സ്റ്റിക്ക് ഉപയോഗിച്ച് പുറകിൽ കാണുന്ന ടേബിളിൽ കുറച്ച് നട്ട്സ് ഉണ്ട്. അത് ഒന്നിന് മുകളിൽ ഒന്നായി ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെക്കണം. അതാണ് അടുക്കൂ. നട്ടെടുക്കൂ. നട്ട്സ് അല്ല. ഓ നട്ട്സ് ആണ്. മിനിമം 4 നട്ടെങ്കിലും അതേപോലെ ഒന്നിന് മുകളിൽ ഒന്നായി നിങ്ങൾ അടുക്കണം. ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായി നിങ്ങൾക്ക് കിട്ടുന്നത് 45 സെക്കൻഡ്സ് ആണ്. ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത ഉടനെ ശേഷം ഈ 4 മിസ്റ്ററി ബോക്സിൽ നിന്നും ഒരു ബോക്സ് എടുത്ത് നിലവറ അടയ്ക്കുന്നതിന് മുൻപ് വെളിയിലേക്ക് കടക്കണം. റെഡിയാണോ? ആരാണ് 2 പേരിലും കളിക്കുന്നത്? ഈ വട്ടം ഞാൻ പോകുന്നത്. ഈ വട്ടം പോകുന്നത് നട്ടിന്റെ ബോൾട്ടിന്റെ കാര്യത്തിൽ പുള്ളി ഒരു റിസ്ക് എടുക്കാൻ തയ്യാറല്ല. ഓടൂ, വാരൂ, നേടൂ. Go! Come on, Harry, come on. Come on. 4 nuts അടിക്കാൻ മതി. Harry. ചെയ്താ മതി. 45 സെക്കൻഡ് ആണ് സമയം. ഇപ്പതാ ഇനി 30 സെക്കൻഡ് ബാക്കിയുണ്ട്. 30 സെക്കൻഡ് ബാക്കിയുണ്ട്. Yes. നോക്കി. Do it once. അതെ. നോക്കി ചെയ്താൽ സമയമുണ്ട്. 20 more seconds ഉണ്ട്. സമാധാനമായിട്ട് ചെയ്താൽ മതി. കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്താൽ മതി. 15 seconds more. Yes. അനക്ക. 10 seconds more, Harry. 10 seconds more. 8, 7, 6, 5, 3, 2, 1. Time out. It's okay. ഈ 45 സെക്കൻഡ്സ് എത്ര സ്മാർട്ട് ആയിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു കാര്യം. പിന്നെ എനിക്ക് തോന്നുന്നു സ്റ്റാക്കിങ്ങിലൊക്കെ ഒരുപാട് രീതികൾ ഉണ്ടാവാം കേട്ടാ. നമ്മുടെ കൂട്ടത്തിൽ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് വക്കീൽ കുപ്പായത്തിനകത്തും
കലാകാരനുണ്ട് അല്ലേ? 1ാം ക്ലാസ് 2ാം ക്ലാസ് ആ ടൈം തൊട്ട് ചെയ്യുന്നുണ്ട്. ഓ ശരി. അമ്മയാണ് ആ ടാലന്റും എന്നെ ഇങ്ങനെ ഞാൻ 1ാം ക്ലാസ് 2ാം ക്ലാസ്സിലൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. നമ്മുടെ വീഡിയോ കാസറ്റ്സ് ഒക്കെ മേടിച്ചിട്ട് അമ്മ തന്നെ കണ്ട് അമ്മ തന്നെ സ്ക്രിപ്റ്റ് എഴുതി ഈ VS അച്യുതാനന്ദൻ അന്നത്തെ ടോപ്പ് ഈ മിമിക്രി ആർട്ടിസ്റ്റുകൾ ചെയ്യുന്ന സുരേഷ് ഗോപി മറ്റേ ഷിറ്റ് ആ സാധനമൊക്കെയാണ് കൂടുതൽ ചെയ്തത്. അപ്പൊ അതൊക്കെ അമ്മ ഇങ്ങനെ ചെയ്യിപ്പിച്ച് പിന്നെ അത് ആ ടാലന്റ് എന്നെ തനിയെ വളർന്നു വന്നു. ഒരു സെക്കൻഡ്, അറിഞ്ഞില്ല. അതെ, ഇങ്ങനെ ഒരു മിമിക്രി കലാകാരി അവിടെ ഉണ്ടെന്ന് അറിഞ്ഞില്ല. അപ്പൊ അമ്മ മിമിക്രി ചെയ്യോ? പഠിപ്പിക്കാറുണ്ട്. കാരണം അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക, സ്ക്രിപ്റ്റ് ചെയ്ത് കൊടുക്കാന്നൊക്കെ. സാധാരണ എന്ന് വെച്ചാൽ നേരത്തെയൊക്കെ എല്ലാരും ഇപ്പോഴും അതെ. ഇപ്പൊ ഞാൻ കൊച്ചുകുട്ടി ആദ്യം പഠിപ്പിച്ച ഡയലോഗാണ് ഷിറ്റ്. അതെ. അങ്ങനെ അമ്മ പഠിപ്പിച്ചു തുടങ്ങിയതാണ് മിമിക്രി അല്ലേ? ഇന്ന് നമുക്ക് വേണ്ടി എന്താ ചെയ്യാൻ പോണേ? ഞാൻ ഓഡീഷനിൽ ട്രെയിനിൽ വരുന്ന വഴി ഇരുന്ന് സെറ്റ് ചെയ്തൊരു സാധനമാണ് ദേവരെ എന്ന് പറയുന്ന സിനിമയിലെ കണ്ണിണതൻ കാമനോട്ടം. അതിന് മലയാളം വെർഷൻ. അപ്പൊ അത് കേരളത്തിലെ 3 ഫേമസ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ് ആ പാട്ട് പാടിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ഇന്നോവേഷൻ ആണ്. കണ്ണിണതൻ കാമനോട്ട പൊളിറ്റിക്കലി കറക്റ്റ് ആണ്. പാട്ട് എഴുതിയ ആൾക്ക് പ്രശ്നമില്ലെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ല. അതായത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കണ്ടപ്പോ തൊട്ടെന്നിൽ പുതൊരു നീ എന്നോട് പ്രേമം നീ. വളരെ വ്യക്തിതമായും ശക്തിതമായും പറയുകയാണെങ്കിൽ ഇഷ്ടത്തിലായി ഞാൻ ആനന്ദച്ചോലയിൽ നീരാടി നീരാടി നീരാടി. എനിക്കൊന്നും അറിയത്തില്ല. കണ്ണിണതൻ കാമനോട്ടം. സോളാർ വിഷയത്തിൽ എനിക്കൊന്നും പറയാനില്ല. ആരിരാരോ കണ്ണിണതൻ കാമനോട്ടം. ആരിരാരോ. ആ രസമായിട്ടുള്ള മിമിക്രിയിലൂടെ നമുക്ക് നേരെ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 2. So take a look at the other 5. ലോകചരിത്രം വേൾഡ് ഹിസ്റ്ററി ശരിക്കും ഇഷ്ടമുള്ള പക്ഷെ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്നത് കൊണ്ട് തന്നെ തീർച്ചയായും ലോകത്തിന്റെ ചരിത്രം പഠിച്ചേ മതിയാവുള്ളൂ അല്ലേ? നോക്കാം. ഈ ചോദ്യത്തിന് മുമ്പ് നിങ്ങൾ ഇത്രയും പറയുന്നത്. പെട്ടെന്ന് തീർക്ക്. ആത്മീയ കലയായ യോഗ ഉത്ഭവിച്ചത് ഏത് രാജ്യത്താണ്? ആത്മീയ കലയായ യോഗ ഉത്ഭവിച്ചത് ഏത് രാജ്യത്താണ്? നമ്മുടെ രാജ്യം ഇന്ത്യ എന്നുള്ള ഉത്തരവാണ് മനസ്സിലുള്ളത്. ഭയങ്കര ഓബ്വിയസ് ആയിരിക്കും അല്ലേ ഇങ്ങനെ ഒരു ഉത്തരവാണെങ്കിൽ അല്ലേ? നിങ്ങൾക്ക് അപ്പൊ അത്രയും നമ്മള് ഇന്ത്യ ചരിത്രത്തിൽ നിന്ന് മാറി ലോക ചരിത്രത്തിലോട്ട് പോയിട്ട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പം ഇന്ത്യ എന്നുള്ള ഉത്തരം വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? അല്ല, അങ്ങനല്ല. യോഗ എന്നുള്ള ഒരു പദം വന്നുകൊണ്ട് ഞാൻ കറക്കി കുത്തിയതാട്ടോ. ഇന്റർനാഷണൽ യോഗ ഡേ എന്ന് പറയുന്നത് UN അംഗീകരിച്ചിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും. ലോകമെമ്പാടും ഇന്റർനാഷണൽ യോഗ ഡേ ഇപ്പൊ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതെ. ആ യോഗ ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിനെ വളരെ കൃത്യമായിട്ട് പ്രൊമോട്ട് ചെയ്ത് അത് ഇന്ത്യയുടെ സ്വന്തമാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ ഉത്ഭവിച്ചത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഒറ്റ ഉത്തരവേ ഉള്ളൂ, നമ്മുടെ സ്വന്തം രാജ്യമായ ഇന്ത്യ. We'll go straight to the task. അനന്തല്ലേ ഇത്തവണ പോണേ? അനന്തേ നട്ടിന്റെ കാര്യത്തിൽ എങ്ങനെയാ? ഓക്കെ ആണോ? എടുക്ക്, ഈ തവണ പിടിച്ചിരിക്കും. ഓടൂ, വാരൂ, നേടൂ. Go. Good luck. Concentration is the key. സൂക്ഷിച്ച് ചെയ്താൽ മതി. ഇനിയുണ്ട് seconds. Yes. ശ്രദ്ധിച്ച് ചെയ്താൽ മതി. 27 seconds. പതിയെ സൂക്ഷിച്ച് വെക്ക്. സൂക്ഷിച്ച് വെക്ക്. Come on. പറ്റും. Come on. Time ഉണ്ട്. Come on. Yes. 15 more seconds ഉണ്ട്. Okay. Yeah. എടാ പറ്റും. Come on. Come on. Yes. Good work. 5 more seconds, guys. Time. Come on. 3, 2, 1. Yes. Time out. Anand, time out. ഇതും ലാസ്റ്റ് മിനിറ്റ് വരെ എത്തി. മിഥുൻ ചേട്ടാ, നമ്മൾ ലാസ്റ്റ് മിനിറ്റ് വരെ എത്തിയതാണ്. വെൽ പ്ലേഡ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ നട്ട് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും ഈ സ്റ്റിക്ക് ഒരുപാട് ഉള്ളിലേക്ക് കൊണ്ടുപോയി ഇത്തിരി റിസ്കിയാ പുറത്തേക്ക് എടുക്കാനായിട്ട്. മീനാക്ഷി ഒന്ന് നട്ട് ഒന്ന് സ്റ്റാക്ക് ചെയ്ത് കാണിച്ചു. ഓക്കെ ഞാൻ ചെയ്യാവേ. ആദ്യം ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കണം. അത് വെച്ചിട്ട് പിന്നെ എങ്ങനെ വെക്കും? എന്നിട്ടല്ലേ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇതൊന്നും ഇവിടെ വെക്കട്ടെ, എല്ലാം മാറ്റി വെച്ചേക്കാൻ. മീനാക്ഷി അത് ചെയ്താൽ ഉഗ്ര കൈഡി കൊടുക്കണം കേട്ടോ. പാടാ കേട്ടോ. എന്നെ എൻകറേജ് ചെയ്യാൻ പിന്നെ എല്ലാവരും
ഉണ്ട് ഉണ്ട് ഉണ്ട്. വീട്ടിലേക്ക് കൊറിയർ ചെയ്ത് അയച്ചുതരാമേ കേട്ടോ. ആനന്ദ് താങ്ക് യു. ഓക്കെ താങ്ക് ടൈമറിലേക്ക് ആർക്കും പറ്റുന്ന മനസ്സിലായില്ലേ? പക്ഷെ അത് മീനാക്ഷി ചെയ്ത് കാണിച്ചെന്നില്ലേ നമുക്ക്? അപ്പൊ ശരിക്കും ഇറ്റ്സ് വെരി പോസിബിൾ. പക്ഷെ ഈ പറയുന്ന പോലെയാണ് നമ്മൾ പ്രഷറിൽ നിൽക്കുമ്പോൾ ആണല്ലോ സ്മാർട്ട് ഷോ. നമ്മൾ ആ 45 സെക്കൻഡ്സ് എന്ന് പറയുന്ന ഒരു പ്രഷറിൽ നിൽക്കുമ്പോൾ ഇനി കൈവറയിലുണ്ടെന്ന് പറഞ്ഞില്ലേ? ഇത്രയും വേഗം കൊണ്ട് കാണിക്കുന്നേട്ടാ. വീട്ടിലോട്ടേ അല്ലട്ടാ അപ്പം കൊണ്ട് ശരിയായിക്കോളും. അപ്പത്തെ കാര്യത്തിൽ അപ്പൊ ഓൾറെഡി നോക്കി വെച്ചിട്ടുണ്ട്. ഉറപ്പാ വീട്ടിൽ ചെല്ലുമ്പോൾ കിട്ടിക്കോളും. There ends round 3. ഇനി 2 റൗണ്ടാണ്. റൗണ്ട് 4 power of 3. മുന്നിലെത്താൻ 3 ഉത്തരം. അത് നമ്മൾ 5 ചോദ്യങ്ങളാണ് തരുന്നത്. ഇറ്റ്സ് എ ബസർ റൗണ്ട്. 5 ചോദ്യങ്ങൾ മിനിമം 3 ഉത്തരമെങ്കിലും ഒരു ടീം കൃത്യമായി പറഞ്ഞാൽ മാത്രമേ ടാസ്കിലേക്ക് കടക്കാൻ കഴിയുള്ളൂ. ആ ടീമിന് മാത്രമേ ഇനി അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ കഴിയൂ. The first question. നിറയെ റോസ് പുഷ്പങ്ങൾ ഉള്ള ഇടം എന്ന അർത്ഥം വരുന്ന ഇന്ത്യയിലെ സ്ഥലം ഏതാണ്? ഓക്കെ, അഡോണി. ഗുജറാത്ത്. ഗുജറാത്ത്. Why do you say ഗുജറാത്ത്? എന്തുകൊണ്ടാണ് ഗുജറാത്ത് എന്ന് പറയുന്നത്? വൈൽഡ് ഗസ്. വൈൽഡ് ഗസ് ആണ്. ഗുജറാത്ത് എന്തുകൊണ്ട് പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്തായാലും ഗോയിങ് ഓൺ ടു യു, പാസിംഗ് ഓൺ ടു യു. നിങ്ങൾ അല്ല, ഞാൻ ഇനിയിപ്പോ അവർക്ക് കൊടുക്കാത്തൊരു ക്ലൂ നിങ്ങൾക്ക് തരുന്നത് മോശമായിരിക്കും. എനിക്ക് തോന്നുന്നു നിങ്ങൾ സ്റ്റേറ്റ് വൈസ് ചിന്തിക്കുന്നതായിരിക്കും പ്രശ്നമെന്ന് തോന്നുന്നു. നിങ്ങൾ അങ്ങനെ സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ ചിന്തിക്കാതിരുന്നാൽ ചിലപ്പോൾ കുറച്ചുകൂടി എളുപ്പം കിട്ടാൻ സാധ്യതയുണ്ട്. I'll have to count on 5. ബാംഗ്ലൂർ. ബാംഗ്ലൂർ. ബാംഗ്ലൂർ അങ്ങനെ ഒരു അർത്ഥം വരുമെന്ന് പോലും എനിക്കറിഞ്ഞു. ശരിക്കും ഇതൊരു നമ്മൾ എപ്പോഴും എടുത്ത് നമുക്ക് ഇവിടെ പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്. സിയാച്ചിൻ എന്നാണ് സ്ഥലത്തിന്റെ പേര്. അപ്പൊ 2 പേരുടെയും ഉത്തരം തെറ്റാണ്. 4 more questions. Second question. ഏത് ഇന്ത്യൻ ഫുട്ബോൾ ക്ലബിനെതിരെയാണ് ഫുട്ബോൾ ഇതിഹാസം പെലെ കളിച്ചിട്ടുള്ളത്? I saw the buzzer go there first. ഹാരി പ്ലീസ്, ബസർ അടിച്ചപ്പോൾ ഉള്ള കോൺഫിഡൻസ് ഇല്ലല്ലോ, പറയൂ. മോഹൻ ബഗാൻ. ഇത്രയും നല്ല, ഞാൻ പെട്ടെന്ന് ഉത്തരം പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഒരു കോൺഫിഡൻസിലാണ് പറഞ്ഞതെന്നുള്ളത്. പക്ഷെ എനിക്കോട് ഭയങ്കര ഒരു ഗസ് എടുത്താന്ന് തോന്നുന്നു അല്ലേ? യു ഡോണ്ട് നോ ദ ആൻസർ. അറിയായിരുന്നു ഉത്തരം? അറിയായിരുന്നു? ഇല്ല, വെറുതെ അറിയാമായിരുന്നിരിക്കണം. അല്ലേ പിന്നെ എങ്ങനെ ശരി ഉത്തരം തരാൻ പറ്റും? കൺഗ്രാറ്റുലേഷൻ. അറിയില്ലായിരുന്നു. മോഹൻ ബഗാൻ ഇസ് ദ റൈറ്റ് ആൻസർ. അല്ല, അതൊരു ഇന്ത്യയിലെ ഏറ്റവും പഴക്കച്ചെന്ന ഫുട്ബോൾ ക്ലബ്ബാണ്, ലെഗസിയുള്ള ക്ലബ്ബാണെന്ന് അറിയാം. അപ്പൊ ഒരു ഗസ്. പെലെ വന്ന് കളിക്കണേ, അവരുമായിട്ടേ കളിക്കുള്ളൂ. പെട്ടെന്ന് ചിന്ത പോയത് അങ്ങനെയല്ല. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. തേർഡ് ക്വസ്റ്റ്യൻ. ഏത് ക്ഷേത്രത്തിലാണ് വടക്കൻ കേരളത്തിൽ നിന്നുള്ളവർ തന്നെ മുഖ്യ തന്ത്രിയായി വേണമെന്ന് നിബന്ധനയുള്ളത്? ഞാൻ അവിടെയാണ് ബസർ കണ്ടത്. അഡോണി. മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം. മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം ഉഗ്രനൊരു ക്ഷേത്രമാണ്. പക്ഷേ അവിടെ തന്ത്രി വടക്കുന്ന് വേണമെന്ന് പറഞ്ഞത് ആരാണ് പറഞ്ഞത്? തെറ്റാണ്. ഉത്തരം തെറ്റാണ്. പാസിംഗ് ഓൺ ടു യു. Your time. പെട്ടെന്ന് ഉത്തരം പറയാം. 3, 2. വടക്കുന്നാഥ ക്ഷേത്രം. വടക്കുന്നാഥ ക്ഷേത്രം. വടക്ക് എന്നുള്ളത് കൊണ്ട് നമുക്ക് ചേർത്ത് ഉത്തരം തെറ്റാണ്. ശരിക്കും പറഞ്ഞാൽ ബദ്രീനാഥാണ്. സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടീമിന് ഒരു പോയിന്റ് ഉണ്ട്. ആ ടീമിന് ഇനി 2 പോയിന്റ് കിട്ടിയാലേ കാര്യമുള്ളൂ. അപ്പൊ അതേസമയം ഇവര് ഇത് ചെയ്താൽ എല്ലാവർക്കും പോവാം. സോ റെഡി? The fourth question. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂർ മണ്ഡലത്തിൽ നിന്നും BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച എഴുത്തുകാരൻ ആരാണ്? ബസറമർത്തിയല്ലോ, എന്തായാലും ഉത്തരം പറയൂ. നിങ്ങൾക്കാണ് ശരിക്കും പറയുന്ന ഇതിനകത്ത് ഒരു ഉത്തരം പറഞ്ഞാൽ മുന്നോട്ട് ഈ യാത്ര കൊണ്ടുപോകാൻ പറ്റുന്നത് നിങ്ങൾക്കാണ്. അഡോണി ഇപ്പൊ അറിയാമെങ്കിൽ പോലും അഡോണി വെയിറ്റ് ചെയ്യുന്നത് നിങ്ങൾ പറഞ്ഞ് തെറ്റിച്ചാൽ മാത്രം ആ പോയിന്റ് വേണമെന്നുള്ളത് വെച്ചിട്ടാണ്. തോന്നുന്നേ അങ്ങനെ തോന്നുന്നത് നല്ലതാണ്. 3, 2. CH മുഹമ്മദ് കോയ. അദ്ദേഹം BJPക്ക് വേണ്ടിട്ട് മത്സരിച്ചു എന്നുള്ളത് ചിന്തിക്കുന്നത് നമ്മളോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞാലേ പറ്റുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിന് സാഹിത്യകാരനായിട്ടല്ലല്ലോ അദ്ദേഹം അറിയപ്പെടുന്നു. അപ്പൊ അത് ഒന്ന് ആലോചിക്കണ്ടേ. അത് തെറ്റാണ്, ഉത്തരം തെറ്റാണ്. അഡോണിക്ക് ഉത്തരം അറിയാം? ഇല്ല സാർ. ഇല്ല.
തോന്നൽ തെറ്റായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം BJP കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിച്ചു എന്നുള്ളത് ആലോചിക്കും. അദ്ദേഹത്തിന്റെ പേര് പുനത്തിൽ കുഞ്ഞബ്ദുള്ള. പുനത്തിൽ കുഞ്ഞബ്ദുള്ളയാണ് മത്സരിച്ചത്. 2001 ബേപ്പൂരിൽ നിന്ന് മത്സരിച്ച വ്യക്തി അദ്ദേഹമാണ്. അപ്പോ എന്തായാലും I'll tell you something. ഇനി അടുത്തൊരു ചോദ്യം ചോദിക്കുന്നതിൽ പ്രസക്തിയില്ല. കാരണം the game ends here. പക്ഷേ ഓഡിയൻസ് പറയണം, ഈ രണ്ട് ടീമുകൾ കട്ടയ്ക്ക് നിന്ന് കളിച്ച് നമ്മളെല്ലാരും കൂടി ചേർന്ന് വേറൊരു കയ്യടി കൊടുക്കേണ്ടവർക്ക് ഈ ഓഡിയൻസ്. അമ്മ ഹാപ്പി അല്ലേ? അമ്മ വീട്ടില് കുക്ക് ചെയ്യാനൊക്കെ സഹായിക്കും മിഥുൻ? അതുകൊണ്ടാണ് ഗ്യാസ് മേടിച്ചു കൊടുത്തത്. മിഥുൻ നേരിങ്ങനോട് തിരിച്ചു വരില്ലെന്നാണോ പറഞ്ഞേക്കണേ? അങ്ങനെ പറഞ്ഞോ അമ്മേ? ഞാൻ കേട്ടല്ലോ. അത് സിനിമയിൽ അഭിനയിച്ച ഒരു നടനാവാണ്ട് തിരിച്ചു വരില്ലെന്നാണല്ലോ കേട്ടത്. ഇല്ല, അതില് വാസ്തവമുള്ള കാര്യമാണ്. ഇനി ഞാൻ വീട്ടിലേക്ക് വരികയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തിരിച്ചെത്തുള്ളൂ എന്ന് പറഞ്ഞു. അല്ല, നമ്മുടെ കംഫർട്ട് സോണിൽ നിന്നാല് ഒരിക്കലും വളരത്തില്ല. ഇപ്പൊ ഞാൻ എന്റെ കംഫർട്ട് സോണിലായിരുന്നു എന്റെ വീട്ടിൽ നിന്ന സമയത്ത്. ബട്ട് ഞാൻ ഇപ്പൊ എന്റെ കംഫർട്ട് സോണിന് പുറത്താണ്. സോ ഇനി എനിക്ക് എന്തെങ്കിലും നേടാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആ ഒരു ഇത് തന്നെയാണ്. ഇതൊരു പുതിയൊരു എൻട്രിയാണ്. താങ്ക്സ് a lot everyone. അപ്പോ അടുത്ത എപ്പിസോഡിൽ കാണും വരെ take care of everyone.